ഹലോ. കണ്ണൂർ ഇപ്പം നല്ല മഴയാണ്. ചൂടൊക്കെ കുറഞ്ഞ് അന്തരീക്ഷം തണുക്കാൻ തുടങ്ങിയപ്പോൾ വിശപ്പ് വല്ലാതെ അങ്ങോട്ട് അധികരിച്ചു. നല്ല മീൻ പൊരിച്ചൊക്കെ കൂട്ടി ഒരു ഉച്ചയൂണ് കഴിക്കാൻ കലശലായ കൊതി തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വാഴയിലയിട്ട് അവരെന്നോട് പൊന്നേരി വേണോ കുറുവേരി വേണോ എന്ന് ചോദിച്ചപ്പോൾ സംശയം ലെവലേശമില്ലാതെ ഞാൻ പറഞ്ഞു കുറുവ മതിയെന്ന്. പതിവ് പോലെ നല്ല തേങ്ങ അരച്ച മീൻകറിയും സാമ്പാറും വിളമ്പി. കൂടെ നല്ല മാങ്ങച്ചാറും എരിശ്ശേരിയും ക്യാബേജ് തോരനും സൈഡിലും മുളകിട്ട മീൻകറി ചോറിലും വിളമ്പി. അപ്പോഴേക്കും കുറച്ച് സ്പെഷ്യലുമായി ചേച്ചി വന്നു. നത്തലുണ്ട്, ചിക്കൻ കബാബ് ഉണ്ട്, ഇളമ്പക്കിയുണ്ട്, ചെമ്മീനുണ്ട്, മത്തിയുണ്ട്, കൂന്തലുണ്ട്, അയിലയുണ്ട്. ഞാനൊരു സിംഗിൾ മത്തിയും ഒരു പ്ലേറ്റ് കൂന്തലും പറഞ്ഞു. മത്തി അപ്പോൾ തന്നെ ഇലയിലേക്ക് വെച്ചു. കൂന്തൽ ചൂടാക്കി തരാമെന്ന് പറഞ്ഞ് ചേച്ചി തിരികെ പോയി. അതിനിടയ്ക്ക് പപ്പടം കൂടി കിട്ടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞില്ല, പായസം കൂടി ഉണ്ട്, അത് വന്നിട്ടില്ല. പായസവും പപ്പടവും അടക്കം വെറും 60 രൂപയാണ് ഈ ഊണിന് ചാർജ്. മിക്കവാറും എല്ലാ ഹോട്ടലിലും സാമ്പാർ വലതുവശത്തും മീൻകറി ഇടതുവശത്തുമാണ് വിളമ്പാറ്. അതിന്റെ കുട്ടൻസ് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതായാലും ആ സാമ്പാറും സൈഡ് കറിയും കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചു. സാമ്പാർ സൂപ്പറാന്ന് പറയാൻ മാത്രം ഒന്നുമില്ലെങ്കിലും ഈ പൊരിച്ച മത്തിന്ന് ഒരു കഷ്ണം മുറിച്ച് കുഴച്ചുരുട്ടി കഴിക്കാൻ അടിപൊളിയാണ്. പപ്പടത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ച് അതും ഊണിനൊപ്പം മിക്സ് ചെയ്ത് കഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പായസം വന്നിട്ടുണ്ട്, സേമിയ പാൽ പായസം. നമുക്കത് അവസാനത്തേക്ക് മതി, പക്ഷെ ചൂടോടെ വന്ന ഈ കൂന്തൽ ഇപ്പൊ തന്നെ വേണം. ഈ കൂന്തലിന് 90 രൂപയാണ് കേട്ടോ ചാർജ്. എന്തായാലും കൂന്തലിൽ നിന്ന് കുറച്ചെടുത്ത് ആ സാമ്പാർ ഒഴിച്ച ഭാഗത്തേക്ക് മിക്സ് ചെയ്ത് കഴിച്ചു. കൂന്തൽ സംഗതിക്ക് രസമുണ്ടായിരുന്നെങ്കിലും മത്തി തന്നെയാണ് കേട്ടോ ഈ ഊണിനൊപ്പം കഴിക്കേണ്ട ടേസ്റ്റ്. പിന്നെ ഒരു കഷ്ണം പപ്പടം പൊട്ടിച്ച് തേങ്ങ അരച്ച മീൻകറിക്കൊപ്പം കഴിച്ചു. കണ്ണൂരിൽ ഏത് ഹോട്ടലിൽ കയറിയാലും മീൻകറി കിടലായിരിക്കും. ഈ അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്യാബേജ് ഉപ്പേരിയുടെ ഫാൻ അല്ലെങ്കിലും അത് ഊണിനൊപ്പം ലയിപ്പിച്ചങ്ങോട്ട് കഴിച്ചു. എനിക്ക് ഈ കറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുളകിട്ട മീൻകറി തന്നെയായിരുന്നു. രണ്ടാമത് ചോറ് വാങ്ങരുത് എന്ന് വെച്ചിട്ടും മനസ്സ് തീരെ അനുവദിക്കുന്നുണ്ടായില്ല. രണ്ടാമത് വാങ്ങിയ ഊണിനൊപ്പം സാമ്പാറിന് പകരം തേങ്ങ അരച്ച മീൻകറിയാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി കുഴച്ചങ്ങോട്ട് പിടിച്ചു. മുളകിട്ട മീൻകറി ഞാൻ ചോദിച്ചു വാങ്ങി. മുളക് കറി ആണെങ്കിലും തേങ്ങ അരച്ച കറിയിലാണെങ്കിലും നത്തോലി ആവശ്യത്തിനുണ്ട് കേട്ടോ. ഊണ് കഴിച്ച് കഴിയാനായപ്പോഴാണ് മോര് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ മോരും കൂടി ഒഴിച്ച് ഊണിനൊപ്പം മിക്സാക്കി അടിച്ചു. മത്തി ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കൂന്തൽ തന്നെ ശരണം. കൂന്തലിനൊപ്പം ഊണ് അങ്ങോട്ട് ഫിനിഷാക്കി. പിന്നെ ആ മത്തി മുള്ളടക്കം ശാപ്പിട്ടു. മത്തി മാത്രമല്ല, മിക്കവാറും കഴിക്കാൻ പറ്റുന്ന എല്ലാ മീനിൻ്റെ മുള്ളും ഞാൻ കഴിക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഊണ് കഴിഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള കൂന്തലും കൂടി ഫിനിഷാക്കി. ഇനി പായസം കൂടിയേ ഉള്ളൂ ബാക്കി. അതിങ്ങനെ ഇളക്കിയെടുത്ത് ഒറ്റ വലിക്കകത്താക്കണം. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ രാജീവ് ഗാന്ധി റോഡിലുള്ള ഡ്യൂ ഡ്രോപ്സ് വനിതാ ഹോട്ടലാണ്. മഴയൊക്കെ മാറി ഒന്ന് ഒതുങ്ങി വന്നപ്പോൾ തണുത്ത എന്തെങ്കിലും കുടിക്കാനൊരു മോഹം വന്നു. എന്തെങ്കിലും ആക്കുന്ന എന്തിനാ, കണ്ണൂർ കോക്ടെയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഒരു കടയിൽ കയറി നല്ല തിക്ക് കോക്ടെയിൽ 2 പാഴ്സലാക്കി വാങ്ങി. എന്നിട്ട് അതുമായിട്ട് നേരെ പയ്യാമ്പലം ബീച്ചിലോട്ട് വിട്ടു. അവിടെ പോയിരുന്ന് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കോക്ടെയിൽ ഞാൻ കുടിക്കാൻ തുടങ്ങി. ഈ കോക്ടെയിൽ കൊള്ളാൻ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. റോസ്റ്റഡ് അണ്ടിപ്പരിപ്പൊക്കെയാണ് അവർ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. കൂടെ ബീച്ചിൻ്റെ പൈപ്പും കൂടി ആയപ്പോൾ സംഭവം സെറ്റ്. 70 രൂപയാണ് ഈ കോക്ടെയിലിന് വില. അതിനിടയ്ക്ക് കുറച്ച് കാക്കകൾ എന്നെ ചുറ്റിനും കൂടി. അവരങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ കോക്ടെയിലെ നട്ട്സും അനാറും കുറച്ച് ഞാൻ അവന്മാർക്ക് ഇട്ട് കൊടുത്തു. അവന്മാരും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ ബീച്ചിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ വേസ്റ്റ് അവിടെ ഒന്നും ഇടാതെ തിരിച്ചു കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എൻ്റെ കയ്യിൽ നിന്ന് വീണ സ്ട്രോ അടക്കം എല്ലാം ഞാൻ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ കോക്ടെയിൽ വാങ്ങിയത് കണ്ണൂർ താളിക്കാവ് റോഡിലെ പ്രകൃതി ജ്യൂസ് ആൻഡ് കഫേ എന്നുമാണ്. ബീച്ചിൽ നിന്ന് ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോയത്. വൈകുന്നേരം ആയപ്പോൾ ഒരു സുഹൃത്ത് വിളിച്ച് പുതിയ തെരുവിലേക്ക് പോകണം, കമ്പനിക്ക് വരാൻ കഴിയുമെന്ന് ചോദിച്ചു. കമ്പനിക്ക് വരാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഡ്രൈവറായിട്ട് വരാൻ പറ്റുമെന്നാണ്. ഞാനാണ് ഇന്ന് മുതൽ വൈകുന്നേരം ജിമ്മിൽ പോയിട്ട് തടിയൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ പറഞ്ഞത് കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ചിക്കൻ സൂപ്പ് മേടിച്ചതാണ്. സൂപ്പല്ലേ, ഹെൽത്തി അല്ലേ എന്ന് കരുതി ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവന്റെ കൂടെ അവന്റെ ആവശ്യങ്ങളൊക്കെ തീർത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. ആദ്യം സ്വാഭാവികമായിട്ടും ചിക്കൻ സൂപ്പാണ് പറഞ്ഞത്. നോർമൽ ചിക്കൻ സൂപ്പ് അല്ല, സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. 100 രൂപയാണ് അതിന്റെ റേറ്റ്. അപ്പം അതൊരു പോർഷൻ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മേടിച്ച് ഒരു പോർഷൻ എനിക്കും ഒരു പോർഷൻ അവനുമായിട്ടാണ് കഴിക്കുന്നത്. സംഭവം കുടിച്ചു നോക്കിയപ്പം വളരെ നിർവികാരമായ ഒരു സൂപ്പാണത്. ഉപ്പുമില്ല, പുളിയില്ല, എരിവുമില്ല. പിന്നെ ഞാൻ കുറച്ച് പെപ്പർ ഇട്ട് കഴിച്ചു നോക്കി. സംഭവം കുടിക്കാൻ വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിച്ചു. ഇപ്പൊ കുറച്ച് എരിവും പുളിയൊക്കെ വന്നതുകൊണ്ട് കുടിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത്ര നന്നായില്ല. എനിക്ക് കുറച്ച് മസാലയൊക്കെയുള്ള നമ്മുടെ നാടൻ സൂപ്പായിരുന്നു താല്പര്യം. എന്തായാലും ഇത് എത്ര നന്നായില്ല, എന്റെ പ്രതീക്ഷയ്ക്കൊട്ട് തീരെ ഉയർന്നില്ല. സുഹൃത്തിനാണെങ്കിൽ തീരെ മടുത്തു. അവന്റെ സൂപ്പ് കൂടി ബാക്കി ഞാൻ കുടിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കുടിച്ചാണ്. അവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവന് തീരെ താല്പര്യമില്ല. ഒറ്റ സൂപ്പ് കൊണ്ട് ആളും അടുത്ത്. അവന് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ചിക്കൻ അമേരിക്കൻ ചോപ്സി. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ അവരുടെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ. ആദ്യം ഫ്രൈഡ് റൈസ് പ്ലേറ്റിലേക്ക് ഇട്ട് ചില്ലി ചിക്കനും പ്ലേറ്റിലേക്ക് ഇട്ട് അത് രണ്ടും കൂടി കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചു. ആ ഫ്രൈഡ് റൈസും സെമി ഗ്രേവിയും വരുന്ന ചില്ലി ചിക്കനും രണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചിക്കൻ ഫ്രൈഡ് റൈസിന് 170 രൂപയും ഈ ചില്ലി ചിക്കന് 240 രൂപയുമാണ് റേറ്റ്. വില വെച്ച് നോക്കുമ്പോൾ രണ്ടും കുറച്ച് ഓവർ പ്രൈസ് ആയാണ് തോന്നിയത്.
ഫ്രൈഡ് റൈസിലാണെങ്കിൽ ചിക്കൻ താരതമ്യേന കുറവുമായിരുന്നു. ഞാൻ കഴിക്കുന്ന കണ്ട് കൊതി വന്നിട്ട് കൂടുതലാണ് ടേസ്റ്റ് നോക്കാറുന്ന വ്യാജന ഫുഡ് കഴിക്കാൻ തുടങ്ങി. 200 രൂപയാണ് ഈ ചിക്കൻ അമേരിക്കൻ ചോപ്സിയുടെ വില. നൂഡിൽസ് ഫ്രൈ ചെയ്ത് ഒരു സ്പെഷ്യൽ ഗ്രേവി അതിന് മുകളിൽ ഒഴിച്ച് എല്ലാറ്റിനും മേലെ ഒരു ഓംലേറ്റ് കൂടി വെക്കുന്നതാണ് ഐറ്റം. ആദ്യം ഓംലേറ്റ് പൊട്ടിക്കാതെ പ്ലേറ്റിലേക്ക് ഇട്ട് കുറച്ച് ചോപ്സിയും പ്ലേറ്റിലേക്ക് ഇട്ട് ഒരു കഷ്ണം ഓംലെറ്റും ആ ചോപ്സിയും കൂടി തനി മലയാളിനെ പോലെ കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചു. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ ഗോവയിൽ പോയപ്പം അവിടെ നിന്ന് ഒരു അമേരിക്കൻ ചോപ്സി കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ നൂഡിൽസ് ഫ്രൈ ചെയ്യാതെ ബോയിൽ ചെയ്താണ് ചോപ്സി ഉണ്ടാക്കിയത്. ആ ടൈപ്പ് പിന്നീട് ഞാൻ എവിടുന്ന് കഴിച്ചില്ല. ആ ടൈപ്പ് ചോപ്സിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിന് ചോപ്സി എന്നാണോ പറയുക വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ചോപ്സിയും ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കിയെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് നന്നായില്ല. പിന്നെ ഫ്രൈഡ് റൈസിൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചു കഴിച്ചു. അത് കൊള്ളാം കേട്ടോ. ഓംലേറ്റിലെ മഞ്ഞക്കരു ഓവർ കുക്കായി പോയതുകൊണ്ട് പൊട്ടിച്ചപ്പോൾ ഒലിച്ചൊന്നും പോയില്ല. എന്തായാലും എല്ലാം കാലിലേക്ക് ഒരു കട്ടൻ ചായ കൂടി കുടിച്ചു. കട്ടൻ ചായക്ക് 15 രൂപയാണ് റേറ്റ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ AKG ഹോസ്പിറ്റലിന് അടുത്തുള്ള കബാനെ ബാംബു റെസ്റ്റോറൻ്റ് ആണ്. അത് കഴിഞ്ഞ് രാത്രി നേരെ പയ്യാമ്പലം ബീച്ചിൽ പോയി. ജിമ്മിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മഴ പെയ്തപ്പോൾ നടത്തി നിർത്തി നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. വീട്ടിലെത്തിയപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതും കൂടി തട്ടിയ ശേഷം ശാന്തമായിട്ട് കടന്നുറങ്ങി.